സമിതി എങ്ങനെ ഉണ്ടാക്കുക? പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളായി പ്രസിഡന്റ്, 3-ൽ കവിയാത്ത വൈസ് പ്രസിഡന്റുമാർ, സെക്രട്ടറി, 3-ൽ കവിയാത്ത ജോയിന്റ് സെക്രട്ടറിമാർ, ട്രഷറർ എന്നിവരെ പഞ്ചായത്ത് കമ്മിറ്റി തിരഞ്ഞെടുക്കേണ്ടതാണ്. ഈ പഞ്ചായത്ത് കമ്മിറ്റിയാണ്, കൗൺസിലല്ല, ജനറൽ ബോഡിയല്ല, പഞ്ചായത്ത് കമ്മിറ്റിയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ അതിന്റെ അർത്ഥം ഈ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും നേരത്തെ പറഞ്ഞ വിഭാഗത്തിന് വോട്ട് ചെയ്യാൻ അർഹത ഇവിടെ കാണുന്നില്ല. അത് അവരെ മോശം. ആലിമീങ്ങൾക്ക്, മുദരിസന്മാർക്ക്, ഖത്തീബന്മാർക്ക് ഇവിടെ വോട്ട് ചെയ്യാൻ അവകാശമില്ല എന്നാ പറഞ്ഞത്. മനുഷ്യ ഓൾറെഡി അവർ വന്നില്ലേ. മഹല്ല് തലത്തിൽ തന്നെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അവരായിരിക്കണം. മാത്രല്ല, നേരത്തെ ഭാരവാഹികളുടെ കൂട്ടത്തിൽ പറഞ്ഞ പോലെ തന്നെ മുദരിസന്മാരും ഖത്തീബന്മാരും പണ്ഡിതന്മാരും അടങ്ങുന്ന 40 അംഗ സമിതിയാണ് ഈ പഞ്ചായത്തിലെ ജനറൽ ബോഡി എന്ന് പറയുന്ന വിഭാഗം. അപ്പോൾ ജനറൽ ബോഡിയിലും ആലിമീങ്ങൾക്ക് പ്രാതിനിധ്യമുണ്ട്. ഇനി താങ്കൾ പറഞ്ഞ പ്രകാരം ആ ജനറൽ ബോഡി തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റി ഉണ്ടല്ല, പ്രവർത്തക സമിതി എന്ന് പറഞ്ഞേ, ഈ പ്രവർത്തക സമിതിയിൽ പ്രസിഡന്റ് ആലിമായിരിക്കണം, വൈസ് പ്രസിഡന്റും ആലിമായിരിക്കണം എന്നുള്ളത് ഭരണഘടനയിൽ ശംസുൽ ഉലമ അടക്കമുള്ളവർ രേഖപ്പെടുത്തി വെച്ചതാണ്. അതിനെന്തിനാ താങ്കൾ ഈ മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കുന്നത്? ഇത് ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ്റെ കാര്യമല്ല കേട്ടോ പറയുന്നത്. അതിൻ്റെ പേരിൽ പല അടികളും നടന്നുകൊണ്ടിരിക്കണമെന്ന്, മുൻകാലഘട്ടത്തിലൊന്നും കാണാത്ത രൂപത്തിലുള്ള പൊരിഞ്ഞ തല്ലാണെന്ന് പല സ്ഥലത്തുനിന്നും റിപ്പോർട്ട് ചെയ്യണം. അതിൻ്റെ കാര്യമല്ല ഈ പറയണത്. ഇത് സമസ്തൻ്റെ ഉള്ളിൽ, സമസ്തൻ്റെ കീഴിലെ സംവിധാനമായ സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ ഭരണഘടനയിലും അതിൻ്റെ തെരഞ്ഞെടുപ്പ് മാനുവലിലും രാഷ്ട്രീയക്കാരെ വെല്ലുന്ന വിധത്തിൽ നടത്തിയ തട്ടിപ്പിന്റെ കാര്യമാണ് ഈ പറയുന്നത്. കേട്ടോളി. കാരണം അവരെ മോശമാക്കിയല്ല, താങ്കൾ കളവ് പറഞ്ഞാണ്. എന്ന് പറയുന്നത് മിക്കവാറും മഹല്ലത്തുകളിൽ പ്രസിഡന്റുമാരായിട്ട് ഇനി വേറെന്തൊക്കെയാ പറഞ്ഞാൽ ന്യായം പറയാണ്, കേൾക്കേണ്ട കാര്യമല്ല. ഒരു കാര്യമില്ലാത്ത വർത്താനം പറയാണ്. നിങ്ങൾ ആ പ്രസംഗം കേട്ടു നോക്കൊണ്ടു. ഒരു കാര്യമില്ലാതെ. ഞാൻ ഒരു കാര്യം ചെയ്യാം, അബ്ദുൾ സമദ് സാഹിബേ, ഈ വിഷയത്തിൽ ഒരു ചർച്ചക്ക് താങ്കൾ തയ്യാറുണ്ടോ? ഞാൻ റെഡിയാണ്. ചർച്ചയ്ക്ക് നിങ്ങൾ കയറിട്ട് വലിച്ചാലും പൂക്കോട്ടൂർ വരില്ല. ഇയാളിതൊക്കെ പെയ്ഡ് പ്രഭാഷണമാണ്. ഇയാൾ എന്ന് മുതലാണ് ഇങ്ങനെ പെയ്ഡ് പ്രഭാഷണം നടത്താൻ തുടങ്ങിയത്? അന്ന് മുതൽ ഇയാൾക്ക് കുരുത്തക്കേടാണ്. കുരുത്തക്കേട് എന്ന് പറയുമ്പോൾ അയാൾ പറയുന്നതൊക്കെ പേച്ചു പോവുകയാണ്. മാത്രമല്ല, ആ ഒരു വശപിശക്ക് തുടങ്ങിയത് മുതൽ അദ്ദേഹത്തെ കേൾക്കാനും ആളില്ലാത്ത ഒരവസ്ഥയാണ്. എത്രത്തോളം നല്ല പ്രഭാഷകനായിരുന്നു, എത്ര അധികം ശ്രോതാക്കളുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണ്? എവിടെ നിന്നാണത് തുടങ്ങിയത് എന്ന് സൽമാൻ അസ്ഹർ ഉസ്താദിന് ധാരണ ഉണ്ടോ? ഇത് കേൾക്കുന്ന ഈ പ്രേക്ഷകർക്ക് ധാരണ ഉണ്ടോ? കൃത്യമായിട്ട് അതിനൊരു ഡേറ്റ് ഉണ്ട്. മഹാനായ സയ്യദ് പൂക്കോയ തങ്ങളുടെ PMSA പൂക്കോയ തങ്ങളുടെ കറാമത്ത് നിഷേധിച്ചുകൊണ്ട് ഇയാൾ ജാമ്യയിൽ ഒരു പ്രഭാഷണം നടത്തി. അതും ഒരു പെയ്ഡ് പ്രഭാഷണമായിരുന്നു. അന്ന് മുതൽ തുടങ്ങിയതാണ് ഇയാളുടെ ഈ കുരുത്തക്കേട്. പിന്നെ ഇയാൾ നടത്തിയ പ്രഭാഷണങ്ങളൊക്കെ തട്ടിപ്പുകളാണ്. മാത്രമല്ല, അതിൽ പല നിരക്കുള്ള തിരിമറികളും ഇയാൾ ഉള്ളിലൂടെ നടത്തിയിട്ടുണ്ട്. അത് പിടിക്കപ്പെടുകയും ജനങ്ങൾക്ക് ഇയാൾ പറയുന്നത് പ്രവർത്തിക്കുന്നത് രണ്ടായിട്ട് ബോധ്യപ്പെടുകയും ചെയ്തപ്പോഴാണ് ഇയാളുടെ മുന്നിലുള്ള കസേരകൾ കാലിയാകാൻ തുടങ്ങിയത്. ബാക്കി കാര്യം സൽമാൻ അസ്ഹരി പറയട്ടെ. താങ്കൾ ഈ വിഷയത്തിൽ ഇപ്പൊ താങ്കൾ ഞാനിപ്പോ എന്നായിട്ട് സംസാരിക്കാൻ, ഞാനിപ്പോ വലിയ ആളല്ലേ, ഇനിയിപ്പോ ഹജ്ജ് കമ്മിറ്റി ചെയർമാനൊക്കെ ആകണം എന്ന് ആഗ്രഹിച്ചിറക്കുന്ന ആളൊക്കെ അല്ലേ, ചിലപ്പോൾ ഞാൻ അന്നേറ്റ് സംസാരിക്കാം. അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ താങ്കളുടെ ഒരു പ്രതിനിധിയായിട്ട് ആരെയെങ്കിലും താങ്കളൊന്ന് തയ്യാറാക്കുകയാണെങ്കിൽ ഈ SMFന്റെ നിങ്ങൾ തയ്യാറാക്കിയ മാനുവൽ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് സമർത്ഥിക്കാൻ ഞാൻ തയ്യാറാണ്. പൂക്കോട്ടൂരിന് തയ്യാറില്ലെങ്കിൽ പിന്നെ മലയമ്മനെ വിടുകയാണ് ഏറ്റവും നല്ലത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ തിരിപ്പുണ്ടാക്കുന്ന ചങ്ങായിയാണ്. അപ്പം മലയമ്മ ഫൈസിനെ ഒന്ന് പുറത്തേക്ക് ഇട്ട് കൊടുത്താൽ വളരെ നന്നായിരിക്കും. അതിനെങ്കിലും പൂക്കോട്ടൂരൊന്ന് തയ്യാറാവണം. അത് സോഷ്യൽ മീഡിയയിലൂടെ എന്തെങ്കിലും എഴുതി വിടലല്ല, നേർക്ക് ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് അത് മുന്നോട്ട് വരാൻ മലയമ്മ ഫൈസി തയ്യാറാവണം, അല്ലെങ്കിൽ പൂക്കോട്ടൂർ തയ്യാറാവണം. അല്ലെങ്കിൽ പൂക്കോട്ടൂർ എങ്ങനെയെങ്കിലും പറഞ്ഞിട്ട് ഈ മലയമ്മനെ ഒന്ന് അയച്ചു കൊടുക്കണം. ഇതിപ്പോൾ പരസ്യമായിട്ട് പ്രസംഗിച്ച ഒരാൾ ഞാനാണല്ലോ. നമ്മൾ ആ പ്രസംഗത്തിൽ പരാമർശിച്ച വിഷയങ്ങളൊക്കെ താങ്കൾ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ താങ്കൾ അത് കേട്ടിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അതായത് നിലമ്പൂർ വെച്ച് SMFന്റെ സമ്മേളനത്തിൽ വെച്ച് നമ്മൾ ഈ വിഷയം വ്യക്തമായി അവതരിപ്പിച്ചിരുന്നു. അന്ന് റിട്ടേണിംഗ് ഓഫീസറെ മാറ്റിയതുമായി ബന്ധപ്പെട്ട് പോലും നമ്മൾ പരാതി ഉന്നയിച്ചിരുന്നു. അതുവരെ അയാൾ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, റിട്ടേണിംഗ് ഓഫീസറെ മാറ്റിയതുമായി. അപ്പൊ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണല്ലോ താങ്കൾ മറുപടി പറഞ്ഞിട്ടുണ്ടാവുക. എങ്കിൽ ഞാൻ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണ്.
സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ അടക്കമുള്ളവർ തയ്യാറാക്കിയ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടാണ് നിങ്ങൾ തയ്യാറാക്കിയ മാനുവൽ എന്ന് വെറുതെ പറഞ്ഞൊന്നല്ല. ഭരണഘടനയിൽ പ്രതിപാദിക്കപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പോഷക ഘടകങ്ങളുടെ പ്രതിനിധികൾ വേണമെന്നാണല്ലേ. ഈ പോഷക ഘടകങ്ങളുടെ പ്രതിനിധികൾ എന്നതിനെ നിങ്ങൾ ഇറക്കിയ പുതിയ മാനുവലിൽ നിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അത് ഭരണഘടനാ വിരുദ്ധ, ഭരണഘടനയിൽ അതുണ്ട്. ശംസുൽ ഉലമ അടക്കമുള്ളവർ രേഖപ്പെടുത്തിയ ഭരണഘടനയിൽ. പിന്നെ അതിന് പകരം നിങ്ങൾ എഴുതി ചേർത്തത് എന്താ? നിലവിൽ പ്രവർത്തിച്ചു വരുന്ന കമ്മ്യൂണിറ്റി സെന്ററുകളുടെ ചെയർമാനും കൺവീനറുമായിരുന്ന. ഇത് ഏത് ഭരണഘടന പ്രകാരമാണ്? ശംസുൽ ഉലമ തയ്യാറാക്കിയ ഭരണഘടനയിൽ ഇതില്ലല്ലോ. മുട്ടിന് പാണക്കാട് സ്നേഹം വെച്ചു വിളമ്പുന്ന ഒരാത്മാർത്ഥതയും ഇല്ലാത്ത പാണക്കാട് സ്നേഹികൾ എന്ന് അവകാശപ്പെട്ട് പാണക്കാട് സാദാത്യങ്ങൾക്ക് നിരന്തരം എല്ലാ ദിവസവും സോഷ്യൽ മീഡിയയിലും അല്ലാതെയും അവരെ വഷളാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന താങ്കളെ പോലുള്ള ആളുകൾ, താങ്കളുടെ അനുയായികളും, നിങ്ങൾ ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഒപ്പിട്ട ഈ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടാണ് നിങ്ങൾ മാനുവൽ തയ്യാറാക്കിയിട്ടുള്ളത്. എന്തു പറയാനുണ്ട്? ഈ ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഒപ്പിട്ട ശൈഖുന ശംസുൽ ഉലമയും ഹൈദർ അലി ശിഹാബ് തങ്ങളും KK അബൂബക്കർ ഹസ്രത്ത് ഉസ്താദും അതേപോലെയുള്ള സാദാത്യങ്ങളും മുൻകഴിഞ്ഞ ആലിമീങ്ങളും തയ്യാറാക്കിയ ഈ ഭരണഘടനയിൽ പരാമർശിക്കപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴ്ഘടകങ്ങളുടെ പ്രതിനിധികൾ വേണം എന്നതിനെ നിങ്ങൾ ഒഴിവാക്കുകയും അവിടെ നിങ്ങൾ കമ്മ്യൂണിറ്റി സെന്ററുകൾ എഴുതി ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കമ്മ്യൂണിറ്റി സെന്റർ എഴുതി ചേർത്തത് ഒരു തെറ്റ്, സമസ്തയുടെ കീഴ്ഘടകങ്ങളുടെ പ്രതിനിധികൾ എന്നത് ഒഴിവാക്കിയത് മറ്റൊരു തെറ്റ്. ഗുരുതരമായ 2 തെറ്റുകളാണ് നിങ്ങൾ ആ ഒരൊറ്റ വരിയിൽ ചെയ്തിട്ടുള്ളത്. എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇതൊക്കെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? എന്നിട്ട് ആൾക്കാരോടൊന്നും നുണ പറയാ. അതും ശൈഖുന ശംസുൽ ഉലമ അടക്കമുള്ളവർ ഒപ്പിട്ട ഭരണഘടനയെ പ്രതിപാദിച്ചു കൊണ്ട് നുണ പറയാ. ഗുരുതരമായ തെറ്റല്ലേ താങ്കൾ ചെയ്തത്? അബ്ദുൽ സമദ് പൂക്കോട്ടൂർ, താങ്കൾക്ക് മാന്യതയുണ്ടെങ്കിൽ, താങ്കൾ സത്യസന്ധനാണെങ്കിൽ, താങ്കൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, പ്രാസ്ഥാനിക ബോധമുണ്ടെങ്കിൽ, ഈ ഉമ്മത്തിനോട് ബാധ്യതയുണ്ടെങ്കിൽ, താങ്കൾ ആ പറഞ്ഞത് കളവല്ല എന്ന് തെളിയിക്കാൻ താങ്കൾ തയ്യാറാകണം. അല്ലെങ്കിൽ താങ്കളുടെ പ്രതിനിധികൾ ആരെങ്കിലും ഞങ്ങളുമായി ചർച്ചയ്ക്ക് തയ്യാറാവാൻ താങ്കൾ അതിനുള്ള അവസരം ഉണ്ടാക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കുറച്ചുകൂടി കാര്യങ്ങൾ ഇതിൽ പറയണ്ട. അദ്ദേഹത്തിന്റെ ആ പ്രഭാഷണത്തിൽ ഒരു കാര്യമില്ലാത്ത കുറെ ന്യായീകരണങ്ങളൊക്കെ അദ്ദേഹം നടത്തുന്നുണ്ട്. അത് ആവശ്യമെങ്കിൽ ഞാൻ പിന്നീട് പറയാം. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ഞാനത് പിന്നീട് പറയാം. ഇൻഷാ അള്ളാഹ്. കുറച്ചധികം വീഡിയോ നീണ്ടത് കൊണ്ടാണ് ഞാൻ ഇവിടെ നിർത്തുന്നത്. ഇത് ശരിക്കും 1 മണിക്കൂറിൽ നിന്ന് പറയേണ്ട കാര്യങ്ങൾ ഇതിലുണ്ട്. സംഘടനാ പ്രതിനിധികളെ ഇവർ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് അയാൾ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ഒഴിവാക്കിയതിന് ന്യായം പറയുന്നുണ്ട് അദ്ദേഹം, പച്ചയായ ദുർവ്യാഖ്യാനം നടത്തിക്കൊണ്ട്. അത് ഞാൻ സൗകര്യം പോലെ മറ്റൊരു സമയത്ത് സംസാരിക്കാം. അപ്പോൾ പറഞ്ഞു കേട്ടില്ലേ, സംഘടനാ പ്രതിനിധികളെ, അതായത് SYS-ൽ നിന്ന്, SKSF-ൽ നിന്ന്, ജമിയത്തുൽ മുഅല്ലിമീനിൽ നിന്ന്, ഇങ്ങനെ സമസ്തയുടെ കീഴ്ഘടകങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളൊക്കെ സുന്നി മഹൽ ഫെഡറേഷൻ്റെ കമ്മിറ്റിയിൽ വേണമെന്നതാണ് നിയമം. ഈ നിയമം ഇവർ കാറ്റിൽ പറത്തിരിക്കുകയാണ്. അഥവാ ഈ നിയമം പാലിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇവരുടെ പിടുത്തത്തിൽ നിന്ന് പോകുന്ന ഉറപ്പാണ്. കാരണം ഈ സംഘടനയുടെ പ്രതിനിധികളൊക്കെ ഓരോ പ്രദേശത്തിലും സമസ്തക്കാരായിരിക്കും. അപ്പോൾ ഇവരുടെ തന്നിഷ്ടത്തിന് ഇതിനെ കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പോൾ ഈ നിലയ്ക്ക് വ്യക്തമായ തട്ടിപ്പ് നടത്തിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇനി വരുന്ന 1 വർഷക്കാലം സമസ്തയുടെ സമിതിയുടെ പ്രത്യേകം നിശ്ചയിച്ച ഒരു സമിതിയുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇവർക്ക് പരിപാടികൾ നടത്താൻ സാധിക്കുള്ളൂ എന്നുള്ള ഒരു ഉത്തരവ് സമസ്ത പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടികൾ ഇനി ഷെഡ്യൂൾ ചെയ്യുമ്പോൾ സമസ്തയോട് ചോദിക്കണം. മാത്രമല്ല 1 വർഷം കഴിഞ്ഞാൽ ഈ സംഘടന സുന്നി മഹൽ ഫെഡറേഷൻ അത് പുനഃസംഘടിപ്പിക്കുകയും വേണം, പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ള ഒരു ഉത്തരവ്, ഒരു തീരുമാനം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറ എടുത്തതും ഇതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ പൂക്കോട്ടൂരിനോട് പറയാനുള്ളത്, ഈ സൽമാൻ അസ്സരിയുടെ വെല്ലുവിളി ഏറ്റെടുക്കാൻ നിങ്ങൾ ആർജവമുണ്ടെങ്കിൽ തയ്യാറാവണം. അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ആ മലയമ്മയെയെങ്കിലും ഇറക്കി വിടണം. അദ്ദേഹത്തെ കൊണ്ട് നിങ്ങൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ എന്തെങ്കിലും എഴുതിപ്പിച്ചത് കൊണ്ട്, തലയും വാലില്ലാത്ത എന്തെങ്കിലും എഴുതിപ്പിച്ചത് കൊണ്ട് കാര്യമില്ല. സൽമാൻ അസ്സരിയുടെ വെല്ലുവിളി ഏറ്റെടുക്കാൻ നേർക്ക് നേർ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്കതിൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. അല്ലാത്ത കാലത്തോളം നിങ്ങൾ ഈ തട്ടിപ്പ് സമ്മതിച്ചതായിട്ട് പ്രഖ്യാപിക്കേണ്ടി വരും. തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് പരസ്യമായിട്ട് നിങ്ങൾ സമ്മതിച്ചതായിട്ട് പ്രഖ്യാപിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.